തൊട്ടടുത്ത് താമസിക്കുന്ന സുജ നമ്മോടൊപ്പം ചേരുകയാണ്. ഇവർ ഇവിടെ വാടകയ്ക്കാണോ? വാടകയ്ക്ക് താമസിക്കാണ്. എത്രയായി താമസം? അതറിയില്ല. ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഒന്നര മാസം ആയതേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ വന്നിട്ട്. അപ്പോഴും ഇവരിവിടെ ഉണ്ട്. ഇവര് 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇവര് രണ്ടുപേരും ശ്രീതു എവിടെ ദേവസ്വം ബോർഡിന്റെ അങ്ങനെ എന്തോ ജോലിക്ക് പോകണം, താൽക്കാലിക ജോലിക്ക്. കുഞ്ഞിന്റെ അമ്മ. പിന്നെ അവിടെ കുഞ്ഞിന്റെ അമ്മാമ്മയാണെങ്കിൽ നഴ്സറിയിൽ ആയായിരുന്നു ഇവിടുത്തെ. അവരിവിടെ ഉണ്ട്. പിന്നെ സഹോദരനുണ്ട്. അവളുടെ ഭർത്താവ് ഇന്ന് 16 ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരങ്ങളൊക്കെ കേൾക്കണേക്കാം. അല്ലാതെ ബഹളങ്ങൾ ഉണ്ടാവുന്നു മറ്റപ്പുറമുള്ളവർ. അത് കാശിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. തൊഴിലിന് വേണ്ടി പണം കൊടുത്തു അങ്ങനെ എന്തോന്ന് കേൾക്കുന്നു. അങ്ങനെയും പറയുന്നുണ്ട് ആൾക്കാര്. അല്ലാതെ വ്യക്തിയായിട്ട് എനിക്കറിയില്ല. അവര് പണം നഷ്ടപ്പെട്ടു എന്നിട്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആയിരിക്കാം അല്ലെ? പോലീസിലൊരു പരാതി കൊടുത്തു? ഇല്ല, എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ജോലിക്ക് വേണ്ടി പൈസ കൊടുത്തു എന്നുള്ളൊരു തർക്കം ഇവിടെ അങ്ങനെ ഉണ്ട്. വല്ല തർക്കമുണ്ടോ ഇവർ തമ്മിൽ? തർക്കമാണെന്ന് എനിക്കറിയില്ല. സംസാരമൊക്കെ കേൾക്കുന്നത് കേൾക്കാം. അല്ലാതെ ഞങ്ങളായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. അവര് ഇങ്ങനെ അടിക്കാറൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ അച്ഛൻ? കുഞ്ഞ് നന്നായിട്ട് കരയണതൊക്കെ കേൾക്കാം. കുഞ്ഞുങ്ങളൊക്കെ കരയണ കേൾക്കാം. വലിയ കുഞ്ഞിന് എത്ര പ്രായം? ഏതാണ്ട് വലിയ മോളാണോ? ഒരു 6-7-8 വയസ്സ് വരും തോന്നുന്നു. മോള്. അവരിവിടെ തന്നെ ഉണ്ട്? ഇവിടെ തന്നെ താമസിക്കുന്നത്. ആരൊക്കെ കൂടിയാണ് ഒന്നിച്ച് താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ? മുറിയിലാണ്? ഇല്ല, അങ്ങനെ എനിക്കറിയില്ല. ഈ സഹോദരൻ ഇടക്കിടക്ക് വരുന്നതാണോ അല്ല സ്ഥിരം ഇവിടെ തന്നെ? സഹോദരൻ ഇപ്പൊ ഇവിടെ ഞങ്ങൾ വന്ന ശേഷം ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. ഇവിടെ 1.5 മാസമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങളവിടെ വീട് പൊളിച്ചതുകൊണ്ട് ഇങ്ങനെ. മരണം നടക്കുന്ന ഇന്നെന്തോ ചടങ്ങ് എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു? 16. ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിന് മുന്നൊരുക്കൊന്നും കാണുന്നു? കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ബഹളം കേട്ടോ കുറച്ചൊക്കെ? ഇല്ല, ഞങ്ങൾ കേട്ടില്ല. ഞങ്ങള് ഇതിനകത്ത് ഞങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല. വടക്കുവശത്ത് ഇറങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ ശബ്ദം കേൾക്കാം. എങ്ങനെ ഇത് അറിയുന്നത്? എത്ര മണിക്ക് ഏകദേശം അറിയുന്നത്? 6:45 മണിയായപ്പോഴാണ് അറിയുന്നത്. ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് കണ്ട് ഞാൻ വിചാരിച്ച് 16 വന്ന ആൾക്കാരെന്നാണ് വിചാരിച്ചത്. എത്ര മണിക്ക്? ഏതാണ്ട് 6 മണിക്കാകുമ്പോഴോ? 6:15 മണിയായപ്പോഴത്തേക്കും മോൻ പോയപ്പോഴത്തേക്കും. കരച്ചിലും ബഹളമൊന്നുമില്ല? ഇല്ല, ഞങ്ങൾ കേട്ടില്ല. കരച്ചിലൊന്നും കേട്ടില്ല? നിന്റെ അച്ഛനും അമ്മയോ കരയുന്നൊന്നും കേട്ടില്ല? ഇല്ല, കേട്ടില്ല. കുഞ്ഞിന്റെ അമ്മൂമ്മ കരയുന്നതും കേട്ടില്ല? പിന്നെ അതിനുശേഷമാണ് അമ്മൂമ്മ കരയുന്നത് കേട്ടത്. കുഞ്ഞിനെ കാണാനില്ല എന്നിട്ട് നിലവിളിയൊന്നും കേട്ടില്ല? ഇല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോ? അപ്പോഴും കരച്ചിലൊന്നും കേട്ടില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് സംശയമില്ലാത്തത്. അതുകൊണ്ടാണ് സംശയം. പുറത്തിറങ്ങുമ്പോൾ ഇവിടെ പോലീസ് എത്തിയോ? ഇല്ലല്ലോ? ഇല്ല, എത്തിയില്ല. അതിനുശേഷമാണ് പോലീസ് വന്നത്. ഇവര് തൊട്ട് ചേർന്ന് താമസിക്കുന്ന വീട്ടിലുള്ളവരാണ്. അതാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത് അരുൺ. അപ്പൊ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് പോലീസ് ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് പോലീസ് ഇല്ലായിരുന്നു. അതിനുശേഷമാണ് പിന്നെ പോലീസ് വന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുഞ്ഞിനെ കാണാനില്ലെന്നുള്ള. വരുന്ന ആ ഒരു സമയത്തൊന്നും ഇവിടെ കരച്ചിലോ നിലവിളിയോ ഒന്നുമില്ല കേൾക്കാൻ? ഇല്ല, കാണാനില്ല എന്ന് പറയുന്നൊരു ബഹളമൊന്നുമില്ല? അവിടെ അങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടില്ല. കൊച്ചിന്റെ അച്ഛൻ പോലീസിന്റെ കൂടെ ഇങ്ങോട്ട് താഴോട്ട് പോകുന്നതുകൊണ്ട് വേറെ ആരും ഞങ്ങൾ കണ്ടില്ല. ശബ്ദമൊന്നും കേട്ടില്ല. പിന്നെ അതിനുശേഷം ഫയർഫോഴ്സ് വന്ന് കിണറ്റിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ കരച്ചിൽ കേട്ട്. അവര് വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടോ? നേരെ വന്ന് ഇറങ്ങായിരുന്നു? ആര്? ഫയർഫോഴ്സ് വരുന്ന സമയത്ത്? അവിടെ നേരെ വന്ന് കിണറ്റിലേക്ക് ഇറങ്ങി കിണറ്റിലോട്ട് വിവരം കിട്ടി കാണണം. വിവരം കിട്ടി കാണുമായിരിക്കും. നേരെ വന്ന് ഇറങ്ങിയിട്ട് എടുക്കും. ക്യാമറയൊക്കെ പോലീസ് വന്ന് നോക്കിയിട്ട് ഒരു തെളിവില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു കിണറ്റിലോട്ട് അങ്ങനെ നോക്കിയെന്ന് തോന്നുന്നു. താഴെ ക്യാമറയൊക്കെ നോക്കാൻ വേണ്ടി പോയി. ഇവിടെ ക്യാമറ നോക്കി സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള. ഇവര് പ്രദേശവാസികളായിട്ട് എങ്ങനെയാ? ആർക്കും ശല്യമൊന്നുമില്ല. അവരെ ആർക്കും അവരുടെ കാര്യമായി നോക്കുന്നത്. കുഞ്ഞ് കളിക്കാനൊക്കെ വരുമോ? അങ്ങോട്ടൊക്കെ വരുമോ? ഇല്ല, കുഞ്ഞുങ്ങളെന്ന് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല.